ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ അനു ആ സത്യം അറിയാണ് സിദ്ധാർത്ഥ സ്നേഹിക്കുന്നത് ചന്ദ്രികയാണെന്ന്. അതുകൊണ്ട് തന്നെ അവൾ ചന്ദ്രികയോട് പറയുന്നുണ്ട്, സിദ്ധാർത്ഥ് സാറിനെ നീ ഒരുപാട് കാലം വെയിറ്റ് ചെയ്യിപ്പിക്കരുത്, എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ നീ തയ്യാറാവണം. അപ്പം ചന്ദ്രിക പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിക്കില്ല. സിദ്ധാർത്ഥിനെ പോലെ ഒരാളെ വിവാഹം കഴിക്കില്ല എന്ന് പറയാൻ മാത്രം വിഡ്ഢിയാണോ നീ എന്ന് അനു തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ചന്ദ്രിക പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിവാഹം ചെയ്യാത്തത്. അദ്ദേഹത്തിൻ്റെ ജീവിതം നശിച്ചു പോവരുതെന്ന് കരുതിയാ ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കാത്തത്. അല്പനേരം ആലോചിച്ചതിന് ശേഷം വീണ്ടും അനു ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ സിദ്ധുവിനെ സ്വീകരിക്കില്ല അല്ലേ? ഇല്ല. വീണ്ടും അനു ചോദിക്കുകയാണ്, നിന്റെ ആ തീരുമാനം ഉറച്ചതാണോ? ഉറച്ചു നിൽക്കുക, ചന്ദ്രിക ഉറപ്പോടെയാണ് പറയുന്നത്. അതിനുശേഷമാണ് അനു തൻ്റെ നിലപാട് പറയുന്നത്. എങ്കിൽ പിന്നെ സിദ്ധുവിനെ ഞാൻ സ്നേഹിക്കും. അത് കേട്ടതും ചന്ദ്രിക ശരിക്കും പതറി. നീ അദ്ദേഹത്തെ സ്വീകരിക്കുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ ഞാൻ സിദ്ധാർത്ഥിനെ വീണ്ടും പ്രപ്പോസ് ചെയ്യും. അത് കേട്ട് ചന്ദ്രിക ആകെ വല്ലാതാവുകയാണ്. ആ സമയത്ത് സന്തോഷത്തോടെ അനു പറയുന്നുണ്ട്, എനിവേ താങ്ക്സ് ചന്ദ്രികെ. നീ എനിക്ക് വേണ്ടി ചെയ്തു തന്നത് ഒരു ഹെൽപ്പാണ്. നീ എനിക്ക് വേണ്ടി സിദ്ധുവിനെ വിട്ടു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ചന്ദ്രികെ. നാളെ തന്നെ സിദ്ധുവിനോട് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കും. അനു അവിടെ നിന്ന് പോവുകയാണ്. ചന്ദ്രിക പിന്നാലെ ചെന്ന് വിളിച്ചെങ്കിലും അനു തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല. ചന്ദ്രിക ആകെ കൂടെ കൺഫ്യൂഷനിലാവുകയാണ്. അതേസമയം മഹേന്ദ്രനാണെങ്കിൽ ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. അങ്ങോട്ടേക്ക് ചായയായിട്ട് വന്ന ലക്ഷ്മിയോട് അയാൾ പറയുന്നുണ്ട്, ചന്ദ്രിക വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അത് കേട്ട സമയത്ത് ലക്ഷ്മിയും സങ്കടത്തോടെ പറയാണ്, അതേ ഏട്ടാ, ഇന്നലെ വെയിലും കൊണ്ട് ചന്ദ്രിക സൈക്കിൾ ചവിട്ടി വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ആ സമയത്ത് മഹേന്ദ്രൻ പറയാണ്, ചന്ദ്രിക ഇനി മുതൽ സൈക്കിളിൽ പോവണ്ട, അവൾക്കൊരു കാർ വാങ്ങിക്കൊടുക്കാം. അത് കേട്ട് ലക്ഷ്മി ആദ്യം ഒന്ന് ഞെട്ടുന്നുണ്ടായിരുന്നു. അപ്പം മഹേന്ദ്രൻ പറയാണ്, എവിടേക്കാണെങ്കിലും കാറിൽ പോയിക്കോട്ടെ. അത് കേട്ടപ്പോൾ ലക്ഷ്മി പൊട്ടിച്ചിരിക്കുകയാണ്. കാറ് വാങ്ങിക്കൊടുക്കാന്നോ? കാറ് വാങ്ങിത്തരാന്ന് പറഞ്ഞാൽ ചന്ദ്രിക പോലും അതിന് സമ്മതിക്കില്ല. അധികം പറയുന്നത് എന്തിനാ? നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ കുഴപ്പിച്ച് കളയും. ആർക്കും സംശയം തോന്നാതിരിക്കണമെങ്കിൽ ഏട്ടൻ ഒരു സ്കൂട്ടർ വാങ്ങിക്കൊടുക്ക്. അപ്പോൾ മഹേന്ദ്രൻ തോന്നുകയാണ് അതൊരു നല്ല ഐഡിയ ആണെന്ന്. അപ്പോൾ അയാൾ ഭാര്യയോട് പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാണ് ലക്ഷ്മി, ചന്ദ്രികയ്ക്ക് ഒരു സ്കൂട്ടർ വാങ്ങിക്കൊടുത്താൽ ആർക്കും സംശയം തോന്നില്ല. മാത്രമല്ല അവളും വാങ്ങിക്കോളും. ലക്ഷ്മി അത് അംഗീകരിക്കുകയാണ്. അവർ സംശയത്തോട് ചോദിക്കുന്നുണ്ട്, ഏട്ടാ, എങ്കിലും എന്ത് പറഞ്ഞാണ് ചന്ദ്രികയ്ക്ക് സ്കൂട്ടർ വാങ്ങിക്കൊടുക്കുക? അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ചന്ദ്രികയ്ക്ക് സ്കൂട്ടർ വാങ്ങിക്കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അതിന് എന്തെങ്കിലും ഒരു കാരണം കിട്ടാതിരിക്കില്ല ലക്ഷ്മി. അത് ആലോചിച്ചുകൊണ്ട് തന്നെ ലക്ഷ്മി പറയുന്നുണ്ട്, അതേ ഏട്ടാ, സ്കൂട്ടർ ഉണ്ടെങ്കിൽ ചന്ദ്രിക കോളേജിലേക്ക് തന്നെ സ്കൂട്ടറിൽ പോയിക്കോളും, ഓഫീസിലും പോവും, മലറിനെ സ്കൂളിൽ കൊണ്ടുവിടുന്നതും അതിൽ തന്നെ ആയിരിക്കും. അതൊക്കെ ആലോചിച്ചപ്പോൾ മഹേന്ദ്രന് ഒത്തിരി സന്തോഷമാവുകയാണ്. പിന്നെന്താ, ചന്ദ്രികയ്ക്ക് ഒരു സ്കൂട്ടർ വാങ്ങിക്കൊടുത്തേക്കാം. അപ്പോഴേക്കും ലക്ഷ്മിക്കും ആവേശമായി. അവർ ചോദിക്കുന്നുണ്ട്, ഏട്ടാ, എപ്പോഴാണ് വാങ്ങിക്കൊടുക്കുക? അടുത്ത ആഴ്ച തന്നെ വാങ്ങിക്കൊടുക്കാന്നേ. മഹേന്ദ്രൻ സന്തോഷത്തോടെ പറയാണ്, അത് നന്നായി ഏട്ടാ. രണ്ടുപേരും ഒത്തിരി സന്തോഷത്തിലാണ്. അതേസമയം ക്ഷേത്രത്തിൽ വന്നതാണ് ചന്ദ്രിക. പൂജാരിക്ക് നിവേദിക്കാനുള്ള പൂവ് കൊടുത്തുകൊണ്ട് അവൾ പറയാണ്, മലർ, ചതയ നക്ഷത്രം. അദ്ദേഹം അത് വാങ്ങി അകത്തേക്ക് പോയ സമയത്ത് ചന്ദ്രിക പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് അവളുടെ മനസ്സിൽ വരുന്നത് അനു പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ നീ സിദ്ധുവിനെ സ്വീകരിക്കില്ലല്ലോ? ഇല്ല. അനു വീണ്ടും ചോദിക്കുന്നുണ്ട്, നിന്റെ ഈ തീരുമാനം ഉറച്ചതാണല്ലോ? ഉറച്ചു നിൽക്കുക. അപ്പം അനു പറയാണ്, എങ്കിൽ ഈ സിദ്ധുവിനെ ഞാൻ സ്നേഹിക്കും. ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരുന്തോറും ചന്ദ്രിക ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. തൊഴുതതിന് ശേഷം പ്രസാദവും വാങ്ങിയിട്ട് ചന്ദ്രിക അവിടുന്ന് പോവാൻ ശ്രമിച്ചപ്പോഴാണ് പുറത്ത് ഒരു സ്വാമിയുടെ അടുത്തൊരു ചേച്ചി വന്ന് സംസാരിക്കുന്നത് കേൾക്കുന്നത്. സ്വാമി, എൻ്റെ മകനെ കാണാനില്ല, തിരിച്ചു വരുമോ എന്ന് ഒന്ന് പറയാമോ? അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഭഗവാന്റെ മുന്നിൽ പൂവിട്ട് നോക്കിയാൽ അറിയാമല്ലോ, ഇരിക്ക് എന്ന് പറഞ്ഞ് അവരോട് അവിടെ ഇരിക്കാൻ പറയാണ്. അത് ചന്ദ്രിക ദൂരത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം നിലത്ത് അവിടെ ഒരു കളം വരയ്ക്കുകയാണ്. എന്നിട്ട് കുറച്ച് ചുവന്ന പൂവുകളും കുറച്ച് വെള്ളപ്പൂക്കളും ആ സ്ത്രീയുടെ കയ്യിലേക്ക് എടുത്തു വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഈ ചുവന്ന പൂവുകളും വെള്ളപ്പൂവുകളും ഈ കളത്തിലിടണം. വൃത്തത്തിനുള്ളിൽ വെള്ളപ്പൂവുകൾ അധികം വീണാൽ നിങ്ങളുടെ മകനെ തിരിച്ചു കിട്ടും. ഇനി ചുവന്ന പൂവുകളാണ് വീഴുന്നതെങ്കിൽ മകനെ തിരിച്ചു കിട്ടുന്ന കാര്യം ഭഗവാന്റെ കയ്യിലാണ്. അങ്ങനെ ചന്ദ്രിക നോക്കി നിൽക്കെ ആ സ്ത്രീ 2 പൂവുകളും പ്രാർത്ഥനയ്ക്ക് ശേഷം ആ കളത്തിലേക്ക് ഇടുകയാണ്. അപ്പം ചന്ദ്രികയ്ക്കും കൂടി അങ്ങോട്ടേക്ക് പോകണമെന്നൊരാഗ്രഹം തോന്നുന്നുണ്ട്. ആ സമയത്ത് ആ സ്ത്രീ ഇട്ട പൂവുകളിൽ വെള്ളപ്പൂവുകളാണ് അധികം വീണിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്വാമി ആ സ്ത്രീയോട് പറയുന്നുണ്ട്, വെള്ളപ്പൂവുകളാണ് അധികം വീണിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങളുടെ മകനെ തിരിച്ചു കിട്ടും. അവർ സ്വാമിക്ക് ദക്ഷിണ കൊടുത്ത് പോകുന്ന സമയത്ത് ചന്ദ്രിക അവിടെ കാണുമ്പോൾ സ്വാമി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്കും പൂവിട്ട് നോക്കണോ? അതേ സ്വാമി, ചന്ദ്രിക പറയാണ്. അപ്പോൾ ചന്ദ്രികയോട് അവിടെ മുന്നിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് സ്വാമി പറയുന്നുണ്ട്. ചന്ദ്രിക അതേപോലെ തന്നെ ഇരിക്കുകയാണ്.
അതിനുശേഷം അദ്ദേഹം ചന്ദ്രികയോട് പറയാണ്, നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് അത് മനസ്സിൽ വിചാരിച്ച് ഈ വൃത്തത്തിനുള്ളിൽ പൂവിട്ട് ഇടുക. വെള്ളപ്പൂവ് അധികം വീണാൽ നിങ്ങൾ വിചാരിച്ചത് നടക്കും, ചുവന്ന പൂവ് വീണാൽ അത് നടക്കില്ല എന്നർത്ഥം എന്ന് പറഞ്ഞ് 2 പൂവുകളും ചന്ദ്രികയുടെ കയ്യിലേക്ക് അദ്ദേഹം വെച്ചു കൊടുക്കുകയാണ്. ഭഗവാനെ ധ്യാനിച്ച് പൂവ് കുലുക്കി വൃത്തത്തിനുള്ളിൽ ഇടുക. ശരി സ്വാമി. അങ്ങനെ പൂവുകൾ 2ഉം കൈക്കുമ്പിളിൽ വെച്ചുകൊണ്ട് ചന്ദ്രിക ഭഗവാനോട് ചോദിക്കുകയാണ്, എൻ്റെ മനസ്സിലുള്ളത് സിദ്ധു സാറിനോട് പ്രണയമാണോ അതോ ബഹുമാനമാണോ? പ്രണയമാണെങ്കിൽ വെള്ളപ്പൂവുകൾ വരട്ടെ, ബഹുമാനമാണെങ്കിൽ ചുവന്ന പൂവുകളും. അങ്ങനെ കണ്ണുകൾ അടച്ചുകൊണ്ട് പൂവ് കുലുക്കിയിട്ട് ചന്ദ്രിക ആ കളത്തിലിടുകയാണ്. ആ സമയത്ത് സ്വാമി ആ പൂവുകൾ എണ്ണിയിട്ട് ചന്ദ്രികയോട് പറയുന്നുണ്ട്, വെള്ളപ്പൂവുകളാണ് അധികം വീണിരിക്കുന്നത്, ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ചത് നടക്കും. അത് കേൾക്കുന്ന സമയത്ത് ചന്ദ്രിക ആകെ ഷോക്ക് ആവുകയാണ്. ചന്ദ്രിക ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അവൾ സ്വയം ചിന്തിക്കുകയാണ്, അപ്പോൾ സിദ്ധു സാറിനോട് എനിക്കുള്ളത് പ്രണയമാണോ? അവൾ സ്വാമിക്ക് ദക്ഷിണ കൊടുത്ത് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. നേരെ പോയി ഭഗവാന്റെ മുന്നിൽ നിന്ന് അവൾ ചോദിക്കുകയാണ്, ഈശ്വര, അങ്ങയുടെ സന്നിധിയിൽ വെച്ച് പൂവിട്ട് നോക്കി, വെള്ളപ്പൂവുകളാണ് അധികമായി വീണിട്ടുള്ളത്. സിദ്ധു സാറിനോട് എനിക്കുള്ളത് പ്രണയമാണെന്നാണ് അങ്ങ് പറയുന്നത്. എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടായതിനെ ഈ സമൂഹം എങ്ങനെ എടുക്കുമെന്നറിയില്ല. എനിക്ക് വല്ലാത്ത ആശങ്ക തോന്നുന്നു. എൻ്റെ ഈ വിഷമം അങ്ങ് തന്നെ തീർത്തു വെക്കണമേ. ചന്ദ്രിക ആകെ ധർമ്മസങ്കടത്തിലാണ് ക്ഷേത്രത്തിൽ നിന്നും വീട്ടിലേക്ക് വന്നത്. ആ സമയത്ത് മഹേന്ദ്രന് ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയാണ് ലക്ഷ്മി. അപ്പോൾ അദ്ദേഹം ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക എവിടെ? അവൾ മോളെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയിരിക്കുക. എന്താ ചോദിച്ചത്? ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അപ്പം മഹേന്ദ്രൻ പറയുന്നുണ്ട്, എത്ര നാളെന്ന് കരുതിയാ അവളിങ്ങനെ തനിച്ച് കഷ്ടപ്പെടുന്നത്? എത്രയും വേഗം അവൾക്ക് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ചു കൊടുത്ത് വിവാഹം കഴിച്ചു കൊടുക്കണം ലക്ഷ്മി. അപ്പം ലക്ഷ്മി സങ്കടത്തോടെ പറയുന്നുണ്ട്, വിവാഹം കഴിഞ്ഞ് ഒരു പെൺകൊച്ചുമായി ജീവിക്കുന്നവളെ ആരാ ഏട്ടാ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നേ? അത് കേട്ട് മഹേന്ദ്രൻ പറയുന്നുണ്ട്, നല്ല മനസ്സുള്ളവർ ഒരുപാട് പേരുണ്ട്, നമ്മൾ വേണം അങ്ങനെയുള്ളവരെ അന്വേഷിച്ച് കണ്ടെത്തി കൊടുക്കാൻ. പണത്തിനും സ്വത്തിനും വേണ്ടി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തയ്യാറാവുന്നവൻ അവസാന കാലം വരെ ആ പെൺകുട്ടിയെ നോക്കുമോ എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഒന്നും പ്രതീക്ഷിക്കാതെ പാവപ്പെട്ടവളാണെന്ന് കരുതി ചന്ദ്രികയെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അവനായിരിക്കും ചന്ദ്രികയെയും മലറിനെയും അവസാനം വരെ സംരക്ഷിക്കുക. അത് കേട്ട് ലക്ഷ്മി പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ചന്ദ്രിക നമ്മുടെ മകളാണെന്ന് പറയാതെ അവൾക്ക് പയ്യനെ നോക്കണം. വരുന്നവൻ അവളുടെ സ്വത്തിനും പണത്തിനും ആഗ്രഹമില്ലാത്തവനായിരിക്കണം. ഇതല്ലേ ഏട്ടൻ പറയാൻ വന്നത്? അതേ ലക്ഷ്മി, ചന്ദ്രിക നമ്മുടെ മകളാണെന്നറിഞ്ഞാൽ അവളെ വിവാഹം കഴിക്കാൻ ഒരുപാട് പേര് വരും. പക്ഷേ അതിലെത്ര പേര് വിശ്വാസ്യതയുള്ളവരുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ അവസ്ഥയിൽ ആരാണോ ചന്ദ്രികയെയും മലറിനെയും സ്വീകരിക്കാൻ തയ്യാറാവുന്നത് അവർക്ക് വേണം ചന്ദ്രികയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ. ലക്ഷ്മി അത് അംഗീകരിക്കുകയാണ്. നാളെ ചന്ദ്രികയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ അവകാശിയാണെന്ന് അറിയുമ്പോഴും അവളുടെ പണമോ സ്വത്തോ ആഗ്രഹിക്കാത്ത ഒരാൾക്ക് വേണം അവളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ. ലക്ഷ്മി സമ്മതം പറഞ്ഞ് നേരെ നോക്കിയത് സിദ്ധാർത്ഥിൻ്റെ മുഖത്തേക്കാണ്. സിദ്ധാർത്ഥ് സ്റ്റെപ്പിറങ്ങി വരുന്നുണ്ടായിരുന്നു. ഇവരുടെ സംസാരമൊന്നും സിദ്ധാർത്ഥ് കേൾക്കുന്നുണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥ് അവരെ കണ്ടിട്ടുമില്ല. അവരതുവഴി പോവുകയാണ്. ആ സമയത്ത് ലക്ഷ്മി മഹേന്ദ്രനോട് പറയുന്നുണ്ട്, ഏട്ടാ, സിദ്ധാർത്ഥിനെ പോലൊരു പയ്യനെ നമ്മുടെ മോൾക്ക് കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു അല്ലേ? അത് കേട്ട് മഹേന്ദ്രനും സിദ്ധാർത്ഥിന് നേരെ നോക്കുകയാണ്. എന്നിട്ട് അദ്ദേഹവും പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു, നീ പറഞ്ഞു, എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. അത് കേട്ട് ലക്ഷ്മി പറയാണ്, പിന്നെ എന്താ ഏട്ടാ, സിദ്ധുവിനേക്കാളും നല്ലൊരു പയ്യനെ ചന്ദ്രികയ്ക്ക് ഒരിക്കലും കിട്ടില്ല. മഹേന്ദ്രനും അത് ആലോചിക്കുകയാണ്. അപ്പം ലക്ഷ്മി പറയുന്നുണ്ട്, നമുക്ക് സിദ്ധുവിനെ ചന്ദ്രികയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാലോ? ഇക്കാര്യത്തെക്കുറിച്ച് ഏട്ടൻ ജാനകിയോട് സംസാരിക്ക്. സംസാരിക്കാം, പക്ഷേ അതല്പം സ്വാർത്ഥതയായി പോവില്ലേ എന്ന് തോന്നുന്നു, മഹേന്ദ്രൻ പറയാണ്. കാരണം ചന്ദ്രികയ്ക്ക് ഇപ്പം തന്നെ വിവാഹം കഴിഞ്ഞൊരു കുഞ്ഞുമുണ്ട്. അങ്ങനെ ഒരു പെണ്ണിനെ എൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നല്ലോ എന്നോർത്ത് ജാനകി വിഷമിക്കാൻ പാടില്ലല്ലോ. അത് കേട്ട സമയത്ത് ലക്ഷ്മിക്ക് തോന്നുന്നുണ്ട്, അതും ശരിയാ ഏട്ടാ. ജാനകി തന്നെ ഇങ്ങോട്ട് വന്ന് ചന്ദ്രികയെ മരുമകളായി സ്വീകരിക്കാം എന്ന് പറഞ്ഞാൽ സാരമില്ലായിരുന്നു. പക്ഷേ ജാനകിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ലല്ലോ. ജാനകിയുടെ ഇഷ്ടം അറിയുന്നതിന് മുമ്പ് സിദ്ധാർത്ഥിന് ചന്ദ്രികയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അറിയണമല്ലോ, മഹേന്ദ്രൻ പറയാണ്. പക്ഷേ സിദ്ധാർത്ഥിന് ചന്ദ്രികയെ ഇഷ്ടമാണെന്നാ തോന്നുന്നേ. എന്തെന്ന് വെച്ചാൽ അവൻ ചന്ദ്രികയ്ക്ക് വേണ്ടിയും മലറിനു വേണ്ടിയും ഒരുപാട് സാഹചര്യങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, അതിനൊക്കെ മുമ്പ് ചന്ദ്രികയെ ഇനിയൊരു വിവാഹത്തിന് സമ്മതിപ്പിക്കണം. അതേ ഏട്ടാ, ചന്ദ്രിക വരട്ടെ, അവളോടൊന്ന് സംസാരിച്ച് നോക്കാം, ലക്ഷ്മി പറയുകയാണ്. അതേസമയം സിദ്ധാർത്ഥ് നേരെ പുറത്തേക്ക് എങ്ങോട്ടേക്കോ പോയതാണ്. ആ സമയത്താണ് അനു അവനെ കോൾ ചെയ്യുന്നത്. സിദ്ധാർത്ഥ് ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് അൺനോൺ നമ്പറാണ്. അങ്ങനെ അവൻ രണ്ടും കൽപ്പിച്ച് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ, ഹായ് സിദ്ധു, ഞാൻ അനുവാ സംസാരിക്കുന്നേ. അപ്പോൾ സിദ്ധാർത്ഥ് ഒന്നുകൂടെ സംശയിച്ച് ചോദിക്കുകയാണ്, നിനക്കെങ്ങനെയാണ് എൻ്റെ നമ്പർ കിട്ടിയത്? നിങ്ങളുടെ നമ്പർ കിട്ടാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ?
അപ്പോൾ സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രികയുടെ കയ്യിൽ നിന്നാണോ വാങ്ങിയത്? ചന്ദ്രിക തരില്ലെന്നാ പറഞ്ഞത്, ഞാൻ മറ്റൊരാളുടെ കയ്യിൽ നിന്നാ വാങ്ങിയത്, അനു പറയുന്നുണ്ട്. പറ, എന്താ കാര്യം? സിദ്ധാർത്ഥ് ഗൗരവത്തോടെയാണ് ചോദിക്കുന്നത്. അപ്പം അനു പറയുന്നുണ്ട്, ഈ കാര്യം നേരിട്ടാണ് സംസാരിക്കേണ്ടത്, പക്ഷേ എനിക്കിത് പറയാതിരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഫോണിൽ സംസാരിക്കുന്നത്. നിങ്ങൾ ചന്ദ്രികയെ സ്നേഹിക്കുന്നതെന്ന് അവൾ പറഞ്ഞു, അത് സത്യമാണോ? അല്പനേരത്തിന് ശേഷം സിദ്ധാർത്ഥ് പറയാണ്, അതെ സത്യമാണ്, ഞാൻ ചന്ദ്രികയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ അനു പറയാണ്, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ചന്ദ്രിക നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. സിദ്ധാർത്ഥിന് വല്ലാത്ത ഡിസ്റ്റർബായിട്ട് ഫീൽ ചെയ്യാണ്. അപ്പം അനു പറയുന്നുണ്ട്, നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല, സോ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾക്ക് സ്നേഹിച്ചൂടെ? അപ്പോൾ സിദ്ധാർത്ഥ് ഗൗരവത്തോട് ചോദിക്കുകയാണ്, ചന്ദ്രിക എന്നെ സ്നേഹിക്കുന്നില്ലെന്ന കാര്യം ആരാ പറഞ്ഞത്? ചന്ദ്രിക തന്നെയാ പറഞ്ഞത്. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അല്ല, ചന്ദ്രിക എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയാതെ കൺഫ്യൂഷനിലാണ്, അതുകൊണ്ടായിരിക്കും മേ ബി അവൾ അങ്ങനെ പറഞ്ഞത്. അപ്പം അനു പറയുന്നുണ്ട്, ചന്ദ്രികയോട് ഞാൻ പിന്നെയും പോയി സംസാരിച്ചിരുന്നു, അവൾ അവളുടെ തീരുമാനത്തിൽ ഉറച്ചാ നിൽക്കുന്നത്, നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനും ഇല്ല, സോ എൻ്റെ സ്നേഹം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്നും വിളിച്ച് നിങ്ങളെ പ്രപ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് പറഞ്ഞ് അനു കോള് കട്ട് ചെയ്യാണ്. സിദ്ധാർത്ഥിന് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്താ ഇത്, ഇവക്ക് തലയ്ക്ക് സുഖയില്ലെന്നാ തോന്നുന്നേ. ചന്ദ്രികയ്ക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ടോ? ഛേ. സിദ്ധാർത്ഥിന് വല്ലാത്ത ഇറിറ്റേഷൻ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ അനുവിൻ്റെ തീരുമാനം ഉറച്ചതായിരുന്നു. പിന്നെ കാണിക്കുന്നത് മഹേന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ്. മനീഷ് തൻ്റെ ജോലിയിലായിരുന്നു. ആ സമയത്താണ് മേഘ അങ്ങോട്ടേക്ക് വന്നത്. മേഘയെ കാണുന്ന സമയത്ത് പഴയ തൻ്റെ അതേ കാമുകിയെ കാണുന്ന ആ അവസ്ഥയിൽ തന്നെയാണ് മനീഷ് അവളെ നോക്കി നിൽക്കുന്നത്. മേഘയാണെങ്കിൽ അതൊന്നും അറിയാതെ അവിടെ പോയിട്ട് HR സംസാരിച്ച് നിൽക്കുകയാണ്. മനീഷ് ആ സമയത്തും മേഘയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മനസ്സിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് നിന്നെ മറക്കാനേ കഴിയുന്നില്ല മേഘ. ഞാൻ എത്രയോ ശ്രമിച്ചു നോക്കി, പക്ഷേ കഴിഞ്ഞുപോയ നമ്മുടെ പ്രണയം എനിക്കെൻ്റെ മനസ്സിൽ നിന്നും ഇല്ലാതാക്കാനേ പറ്റുന്നില്ല. നമ്മൾ രണ്ടുപേരും പ്രണയിക്കുക മാത്രമായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. നമ്മൾ ഭാര്യാഭർത്താക്കന്മാരായി കുറച്ചു കാലം ജീവിച്ചതാണ്. അതുകൊണ്ടാ എനിക്ക് നിന്നെ മറക്കാനേ സാധിക്കാത്തത്. ഇതൊന്നും മേഘ അറിയുന്നുണ്ടായിരുന്നില്ല. മനീഷ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാലും നീ വിവാഹം കഴിച്ച് മറ്റൊരു ജീവിതം ആരംഭിച്ചു. നിന്നെ ഞാൻ ശല്യം ചെയ്യില്ല, പക്ഷേ നിന്നോടുള്ള സ്നേഹം അങ്ങനെ തന്നെ ഉണ്ടാവും. ഞാൻ കാരണം നിന്റെ ജീവിതത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെയും ഒരുപാട് നേരം മേഘ അറിയാതെ അവളെ തന്നെ അവൻ നോക്കി നിൽക്കുകയാണ് പ്രണയത്തോടെ. അതിനുശേഷം തൻ്റെ മൊബൈൽ ഫോൺ എടുത്തിട്ട് മേഘയ്ക്കൊപ്പം ഉണ്ടായിരുന്ന നല്ല നല്ല നിമിഷങ്ങൾ അവൻ ആ ക്യാമറയിൽ പകർത്തിയ നിമിഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നിച്ച് കേക്ക് കട്ട് ചെയ്തതും അത് വായിൽ വെച്ച് കൊടുത്തതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ മനീഷിനുള്ളിൽ അത്രയും സന്തോഷം തോന്നുകയാണ്. പിന്നീട് മനീഷ് ആ മൊബൈലിൽ തന്നെ നോക്കി അവരുടെ ഒരു ലോകത്തായിരുന്നു. ആ സമയത്താണ് മേഘ അതുവഴി അവളുടെ റൂമിലേക്ക് പോകാൻ നോക്കുന്നത്. പെട്ടെന്ന് മനീഷ് തന്നെ ശ്രദ്ധിക്കാത്തത് കണ്ടപ്പോൾ മേഘ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോഴാണ് മേഘ കാണുന്നത് മനീഷ് മൊബൈലിൽ അവരൊന്നിച്ചുള്ള ആ നിമിഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് കണ്ടതും മേഘ ശരിക്കും ഷോക്കാവുകയാണ്. അവൾ ആകെ പേടിയോടെ ചിന്തിക്കുന്നുണ്ട്, അയ്യോ, ഇതൊന്നും ഇനിയും ഡിലീറ്റ് ചെയ്യാതെ ഇവൻ സൂക്ഷിച്ചിരിക്കുകയാണോ? ഇത് ആരെങ്കിലും കണ്ട എന്താവും നടക്കുക? പ്രത്യേകിച്ചും സിദ്ധു കണ്ട അത്ര തന്നെ. മനീഷിനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിച്ചിട്ടേ അവൻ അടങ്ങൂ. അങ്ങനെ മേഘ അവനെ വിളിക്കുകയാണ്, മനീഷ്. അപ്പം മനീഷ് ഞെട്ടി ഉണർന്ന് മേഘയെ നോക്കുന്നുണ്ട്. ഒന്നുമില്ല, വീഡിയോ ആണ്. അപ്പോൾ മേഘ ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. നിനക്കെന്താ ഭ്രാന്താണോ? എൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഈ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യാതെ സൂക്ഷിച്ചിരിക്കുന്നേ? അവൾ ദേഷ്യത്തോടെ മനീഷിനെ ഷൗട്ട് ചെയ്യുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.